സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. രാവിലെ തന്നെ എണീറ്റിട്ട് എന്ത് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് ഒരു വാക്ക് വന്നത്, തൂഫാൻ. കൊള്ളാം, അടിപൊളി പരിപാടി. തൂഫാന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മയക്കുമരുന്നുകളൊക്കെ പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ മാത്രമല്ല കേട്ടോ, തൂഫാന്റെ ഭാഗമായിട്ട് വരുമ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പേര് നമ്മുടെ മുമ്പിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമെന്നുള്ളൂ. ഇത് പിണറായി വിജയന്റെ കാലഘട്ടത്തിലും അതിനു മുമ്പും ഇത്തരത്തിൽ ഇതേപോലെ തന്നെ എണ്ണം കേസുകളൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ സംഭവം അതൊന്നുമല്ല. ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്തുവാടേ എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേൾക്കണം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതല്ല, അതല്ല ഇതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിച്ചതിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം കടുക്കുകയാണ്. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനമെന്നാണ് നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ. ഇതോടെ പാർട്ടിയിലും മുന്നണിയിലും വി.ഡി. സതീശൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ടി വി പ്രസാദിന്റെ വിശദാംശങ്ങൾ നൽകാൻ തേങ്ങണ മൂടാണ് പാർട്ടിയിലൊക്കെ ഒറ്റപ്പെടൽ. എന്റെ സുഹൃത്തുക്കളെ, ഈ പാർട്ടിയിലൊക്കെ ഒറ്റപ്പെടുക എന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രതിപക്ഷ നേതാവ് നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല അവിടെയുണ്ട്. അദ്ദേഹം തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മയക്കുമരുന്ന് അടക്കമുള്ള സംഗതികളൊക്കെ അത് അതിന്റെ അമിത ഉപയോഗം, അതിന്റെ ഉപയോഗം, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പിടിക്കുക എന്നുള്ളതാണ് ഈ തൂഫാന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടികൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്ഥലത്ത് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ച് മയക്കുമരുന്നിന് എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പുറത്ത് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചെറിയ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഇത്തരം സംഗതികളൊക്കെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അതായത് വീര്യം കുറഞ്ഞ മദ്യം, നമ്മുടെ പെപ്സി ബോട്ടിലൊക്കെ അല്ലേ, അങ്ങനത്തെ ബോട്ടിൽ ഈ സാധനം വാങ്ങിക്കാൻ കിട്ടും. ഈസി ആയിട്ട് ഇവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. വീര്യം കുറഞ്ഞ മദ്യമാണ് ഇത്, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതും തന്നെ ഒരു വൻ കളിയാണ്. നമ്മുടെ രാജേഷ് മന്ത്രിയൊക്കെ പറയുന്ന പോലെ, എം പി രാജേഷൊക്കെ പറയുന്ന പോലെ, എത്ര കിട്ടി വി.ഡി. സതീശൻ എന്നത് മാത്രം ആലോചിച്ചാൽ മതി. ഒരു കണക്ക് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാനുള്ള ബക്കാടി കമ്പനിയുടെ അപേക്ഷയുടെ ഫയൽ നീങ്ങിയത് ശരവേഗത്തിലാണ്. 2023 തുടങ്ങിയ ഫയൽ UDF അധികാരത്തിലെത്തി 3-ാം ദിവസം വീണ്ടും സജീവമായി എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. പോരെ നിങ്ങൾക്ക്? എത്ര പെട്ടെന്നാണ് ഇവർ നമ്മുടെ കേരളത്തെ നശിപ്പിച്ച് നാരണക്കല് പിടിപ്പിക്കുന്ന. തൂഫാൻ എന്തിനാണ്? അപ്പൊ തൂഫാൻ പദ്ധതി അപ്പുറത്ത് തുടങ്ങുക, ഇപ്പുറത്ത് ആ തൂഫാക്കാനുള്ള പദ്ധതി മുഖ്യമന്ത്രിയുടെ ഭാഗമായിട്ട് തുടങ്ങുക. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് മദ്യവും മറ്റൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക. ഇതല്ലേ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? അതല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഇതിന്റെ കുറച്ച് കണക്കുകൾ പറഞ്ഞുതരാം. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും പറഞ്ഞു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു ചീത്തപ്പേരുണ്ട്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യം ആളുകൾ കഴിക്കുന്നത്. അതൊക്കെ തെറ്റാണ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ മദ്യം ഉപയോഗിക്കുന്നത്. ഇനി സ്വല്പം മദ്യപിക്കുക എന്നുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സ്വല്പം ആക്കണ്ട, നന്നായിട്ട് തന്നെ കുടിക്കാം എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, സ്പിരിറ്റ് ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കുന്ന 20% വരെ വീര്യമുള്ള മദ്യത്തിന് നികുതിയായിട്ട് 251% നിന്ന് കുറയ്ക്കുന്നത് 120%. 251 നിന്ന് 120% വീര്യം കുറഞ്ഞ 20% വരെയുള്ള വീര്യമുള്ള, അത് കുറഞ്ഞെന്ന് പറയാം. അങ്ങനെ 120% ഇതിന്റെ ടാക്സ് നികുതി കുറയ്ക്കുമ്പോൾ ഉണ്ടാകാവുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വില കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ബിയറും മറ്റു സംഗതികളൊക്കെ വേണമെങ്കിൽ 100 രൂപയ്ക്കോ ചിലപ്പോൾ അതിലും കുറഞ്ഞ വിലയ്ക്കോ ആളുകൾക്ക് വാങ്ങിക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്, പെപ്സി പോലെ പൊട്ടിച്ചു കുടിക്കാൻ പറ്റും, എവിടെ വെച്ചും കുടിക്കാൻ പറ്റും. വീര്യം കുറഞ്ഞതെന്ന പേരിൽ ഇത്തരത്തിൽ അപാരമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ എത്രയാണ് കുറച്ചിരിക്കുന്നത്? 251 നിന്ന് 120 ഈ ഒരു കുറവ് വരുന്നത്. അങ്ങനെ കുറവ് വരുമ്പോൾ ഒന്നാമത് സർക്കാരിന് അപാരമായിട്ടുള്ള നികുതി നഷ്ടം ഉണ്ടാവും. നമ്പർ 1, അപാരമായിട്ടുള്ള നികുതി നഷ്ടം സർക്കാരുണ്ടാവും. പക്ഷേ സർക്കാരിന് എത്രത്തോളമാണോ നികുതി നഷ്ടം ഉണ്ടാവുന്നത് അത്രത്തോളം കമ്പനിക്ക് ലാഭം കൂടും. ഇങ്ങനെ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ഞാനാണ് VD സതീശ മേനോൻ എന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ഒരു കമ്പനിക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനിക്ക് എത്ര ലാഭമാണ് കിട്ടുന്നത് അതിൻ്റെ ഒരു തുക കമ്മീഷൻ ഞാൻ വാങ്ങിക്കും. തീർച്ചയായിട്ടും ഞാനാണൊക്കെ വാങ്ങിക്കും. നിങ്ങൾ അതിൻ്റെ വാങ്ങിക്കുമോ? ഞാൻ വാങ്ങിക്കും കേട്ടോ. വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ കഴിഞ്ഞ തവണത്തെ LDF ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ പഴങ്ങളില്ലേ, ആ പഴങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന വീഞ്ഞ് വിൽക്കാനുള്ള ഒരു പരിപാടി തുടങ്ങിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർമ്മിക്കുന്ന പഴങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം കർഷകർക്ക് അതൊരു വലിയ ഉപകാരമായി തീരും. എന്നാൽ ഈ പഴങ്ങളിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുന്നവരുടെ നികുതി വല്ലതും കുറച്ചായിരുന്നു? ഇല്ല, അതിപ്പോഴും 251% തന്നെയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സാധാരണ കർഷകരെ സഹായിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ വൻകിട കുത്തക വലിയ കമ്പനിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് 120% കുറച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കർഷകരെ ചതിക്കുന്ന ഒരു പരിപാടിയാണ് VD സതീശ മേനോൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇനി കുട്ടികൾക്ക് എന്ത് കിട്ടും? അടുത്ത ചോദ്യമാണ്, കുട്ടികൾക്ക് എന്താണ് ഇത് ലാഭമുള്ളത്? ലാഭമുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ വീര്യം കുറഞ്ഞ മദ്യം കുടിച്ച് ശീലിക്കാം. നാളെയുടെ ഒരു വലിയ കുടിയന്മാരായിട്ട് കുട്ടികൾക്ക് മാറാം. ഇതിപ്പോൾ എനിക്ക് നമ്മുടെ മോഹൻലാലൊക്കെ പറഞ്ഞ പോലത്തെ ഡയലോഗ് എന്ന് തോന്നിപ്പോകുന്നത്. വേണമെങ്കിൽ എൻ്റെ നിന്ന് തുടങ്ങാൻ കേട്ടോ. എൻ്റെ നിന്ന് തുടങ്ങിയ ആൾക്കാരൊക്കെ കുടിച്ച് വലിയ വലിയ കുടിയന്മാരായി മാറിയ ചരിത്രമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ 6-ാം തമ്പുരാനില്. അതേപോലത്തെ ഒരു ഡയലോഗിലേക്ക് ആളുകളൊക്കെ മാറും. ഈ ചെങ്ങാതി വിസ്മയം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും വിസ്മയം പ്രതീക്ഷിച്ചിട്ടില്ല. സതീശന് ഒരുപക്ഷെ കമ്പനികൾ കോഴ കൊടുക്കുന്നുണ്ടായിരിക്കാം. കർഷകന്മാർക്ക് എന്തായാലും കോഴ കൊടുക്കാൻ കഴിയില്ലല്ലോ കർഷകർക്ക്. അപ്പോൾ കമ്പനികൾക്ക് കുറച്ച് കൊടുത്താൽ മാത്രമേ ഗുണമുള്ളൂ. കാരണം ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ട് കർഷകർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള എൻ്റെ സംഗതി, അവരുടെ ടാക്സ് എന്നിട്ട് കുറയ്ക്കുന്നില്ല എന്നുള്ള സംഗതി. കോഴ കിട്ടില്ല, കോഴപ്പണം കിട്ടില്ല. കോഴപ്പണം കിട്ടണമെങ്കിൽ ആർക്ക് കുറച്ച് കൊടുക്കണം? കമ്പനികൾക്ക് കുറച്ച് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വിസ്മയത്തിന്റെ ഈ രാഷ്ട്രീയം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ തൂഫാൻ എന്ന പേരിൽ ഒരു നാടകം അവിടെ നടക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ആളുകളെ കുടിപ്പിച്ച് തൂഫാനാക്കാനുള്ള പരിപാടി ഇപ്പുറത്ത് നടക്കുന്നു. ഇനി ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. വേണമെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരെ വർത്തമാനം തന്നെ കേട്ടോക്കൂ. എൻ്റെ കേട്ടോ, കോൺഗ്രസ്സുകാരാണ്. UDF പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രാവശ്യം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വോട്ട് പിടിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത PM അബ്ദുൾ റസാഖാണ് അപ്പുറത്തെ സീറ്റിലുള്ളത്. നിങ്ങൾ കാണണ്ടാവും. ഒരു ഹായ് പറയും. ഓക്കെ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ UDF സർക്കാർ, സതീശന് വേണ്ടി തെരുവിൽ ഞങ്ങൾ പോരാട്ടം സംഘടിപ്പിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി ആകണം എന്നുള്ളത്, അദ്ദേഹം ഒരു ആദർശവാനാണ്. അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അതേപോലെ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തെ നയിക്കുമെന്ന ബോധ്യത്തിലാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്നവരും PM ശ്രീ പദ്ധതി അറബിക്കടലിൽ വലിച്ചെറിയും. ഇയാൾ അങ്ങനെ കുറെ പറയുന്നുണ്ട്. ഈ 2 പേരാണ് പറയുന്നത്. ഈ 2 പേരും എന്താണ് UDF-കാരാണ് അത്രേ. UDF-കാരായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അവരെ മോഹങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ മോഹങ്ങളൊന്നും നടക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തെ വളരെ പെട്ടെന്ന് നശിപ്പിച്ച് നാറാണക്കല്ലിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ വളരെ പതുക്കെയാണ് സംസാരിച്ചത്. അല്ലാതെ ഈ ഒരു വിഷയം ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ക്ഷമിക്കുക. ബൈ.